ഒരു സ്പ്രേ നോസൽ ഉപയോഗിച്ച് ഒരു കംപ്രസർ മെഷീൻ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഞങ്ങളുടെ ഗൈഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ മെഷീൻ സുരക്ഷിതമായും ഫലപ്രദമായും ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ നിങ്ങളെ ഓരോ ഘട്ടങ്ങളിലൂടെയും കൊണ്ടുപോകും. ആദ്യം നമുക്ക് ഈ മെഷീന്റെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ച് പറയാം. നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാന ഭാഗങ്ങളിൽ ഡ്രെയിൻ വാൽവ്, മോട്ടോർ, പ്രഷർ റെഗുലേറ്റർ, പ്രഷർ ഗേജ് എന്നിവ ഉൾപ്പെടുന്നു. ഒരു പ്രഷർ റെഗുലേറ്റർ ഉപയോഗിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മർദ്ദം മാറ്റാൻ കഴിയും. ഇത് കൂടുതലോ കുറവോ മാറ്റാവുന്നതാണ്. കേസിംഗിൽ നിന്ന് എയർ ഫിൽട്ടർ തുറന്ന് കംപ്രസ് ചെയ്ത വായു ഉപയോഗിച്ച് ഫിൽട്ടറിൽ നിന്ന് പൊടി വൃത്തിയാക്കുക. ഇത് തയ്യാറായി കഴിഞ്ഞാൽ എയർ ഫിൽട്ടർ കേസിംഗിൽ സ്ഥാപിക്കുകയും നട്ട് ഉപയോഗിച്ച് അടയ്ക്കുകയും ചെയ്യാം. വായുവിലെ ഈർപ്പം ഡ്രെയിൻ വാൽവ് വഴി നീക്കം ചെയ്യണം, കാരണം ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ വായുവിലെ ഈർപ്പം ഉപകരണത്തെ നശിപ്പിക്കും. മെഷീൻ ആരംഭിക്കാൻ പച്ച ബട്ടൺ അമർത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പശകൾ പ്രയോഗിക്കുക, തുകൽ അല്ലെങ്കിൽ പാദരക്ഷകൾ പെയിന്റ് ചെയ്യുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾക്ക് സ്പ്രേ നോസൽ ഉപയോഗിക്കാം.